Good morning, students. Welcome back to another history class. In previous classes, we had discussed about the exploitation of British government and about the resistance of Indian farmers, Indian common people against these exploitations. We had discussed about the taxation policy and merit and demerits of these taxation policies and commercialization of agriculture. What are the reasons of the commercialization of agriculture, and what are the characteristics of commercialization of agriculture. And we also discussed about the indigo revolt and the revolts of Indian farmers who were worked in indigo factories and the struggles which took place against the policies of British government by Indian farmers and common people. I hope all of you understood the lessons. Now we can go to another headline, peasant revolt in Kerala. Okay. പെസന്റ് റിവോൾട്ട്സ് ഇൻ കേരള എന്ന വിഷയം ചർച്ച ചെയ്യുമ്പോൾ പ്രധാനമായും നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് മലബാർ പ്രദേശങ്ങളിൽ നടന്ന കർഷക കലാപങ്ങളെക്കുറിച്ചാണ്. മലബാർ പ്രദേശം എന്ന് പറയുമ്പോൾ നമ്മുടെ ആധുനിക കേരളത്തിലെ ഏകദേശം കാസർഗോഡ് മുതൽ പാലക്കാട് വരെ അടങ്ങുന്ന പ്രദേശങ്ങളാണ് മലബാർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ പ്രദേശങ്ങളിൽ നടന്ന കർഷക കലാപങ്ങളാണ് പ്രധാനമായും കേരളത്തിലെ കർഷക കലാപങ്ങളിൽ ചർച്ച ചെയ്യുന്നത്. പെസന്റ് റിവോൾട്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? കർഷകർ നടത്തിയ കലാപങ്ങൾ. ഈ ഭാഗങ്ങളിൽ കൂടുതലായി കുടിയാന്മാർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കർഷകരായ ആളുകൾ ജന്മിമാരുടെ കയ്യിൽ നിന്ന് പാട്ടത്തിന് ഭൂമിയെടുത്ത് കൃഷി ചെയ്തിരുന്ന ആളുകളാണ് കുടിയാന്മാർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ പ്രദേശങ്ങളിൽ, മലബാർ പ്രദേശങ്ങളിൽ കുടിയാന്മാരായ ആളുകൾ, കർഷകരായ ആളുകൾ മെജോറിറ്റി ആയിരുന്നു. എന്നാൽ ജന്മിമാർ ഇവിടെ എന്തായിരുന്നു? മൈനോറിറ്റി ആയിരുന്നു. വളരെ കുറവായിരുന്നു അവരുടെ എണ്ണം. എന്നാൽ ഈ ജന്മിമാരായ ആളുകൾ ബ്രിട്ടീഷുകാരുടെ സഹായികളാവുകയും ഈ കുടിയാന്മാരായ കർഷകരായ ആളുകൾക്കെതിരെ അക്രമങ്ങൾ സദാസമയവും അഴിച്ചുവിടുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ പല സമയങ്ങളിലായി ഈ പ്രദേശങ്ങളിൽ ജന്മിമാർക്കെതിരെ കലാപങ്ങൾ പല സമയങ്ങളിലായി പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട്. ഇതിനെക്കുറിച്ചാണ് നമുക്ക് ഈ പാഠങ്ങളിൽ ചർച്ച ചെയ്യാനുള്ളത്. നോക്കൂ, ബ്രിട്ടീഷ് മലബാർ വിറ്റ്നസ്ഡ് മെനി പെസന്റ് സ്ട്രഗിൾ. ബ്രിട്ടീഷുകാർ ഭരണം നടത്തിയിരുന്ന കാലത്ത് നമ്മുടെ മലബാറിൽ ഒരുപാട് കർഷക സമരങ്ങൾ അരങ്ങേറിയിട്ടുണ്ട്. എന്താണ് അതിൻ്റെ കാരണം? ബ്രിട്ടീഷ് ട്രീറ്റഡ് ദ ജന്മീസ് ലാൻഡ് ലോഡ്സ് ആസ് ഓണേഴ്സ് ഓഫ് ദി ലാൻഡ്. ബ്രിട്ടീഷുകാർ ജന്മിമാരായ ആളുകളെ ഭൂമിയുടെ ഉടമസ്ഥരായിട്ടാണ് പരിഗണിച്ചത്. അതുകൊണ്ട് തന്നെ കുടിയാന്മാരായ ആളുകളെ ഈ ജന്മിമാർ അമിതമായ രീതിയിൽ ചൂഷണം ചെയ്തിരുന്നു. ഈ ചൂഷണങ്ങൾക്ക് വിധേയരായതുകൊണ്ട് ഈ ജന്മിമാർക്കെതിരെ പല സമയത്തും ഇവർ പല രീതിയിലുള്ള എതിർപ്പുകൾ പ്രകടിപ്പിച്ചിരുന്നു. ഇത് നോക്കൂ, ദ റിവോൾട്ട് വാസ് അഗെയിൻസ്റ്റ് ദ atrocities of the landlords including eviction of tenants. ഈ റിവോൾട്ടുകൾ, കലാപങ്ങൾ പ്രധാനമായും നടന്നത് അഗെയിൻസ്റ്റ് ദ atrocities of the landlords. ഈ ലാൻഡ് ലോഡ്സിൻ്റെ ആട്രോസിറ്റീസ് എന്ന് പറഞ്ഞാൽ അമിതമായ ക്രൂരകൃത്യങ്ങൾക്കെതിരെയായിരുന്നു നടന്നിരുന്നത്. മാത്രമല്ല, ഇൻക്ലൂഡിങ് എവിക്ഷൻ ഓഫ് ടെനൻസ്. എവിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ കൃഷിഭൂമിയിൽ നിന്ന് പുറത്താക്കുന്ന സ്വഭാവം, അതിനാണ് എവിക്ഷൻ എന്ന് പറയുക. അതായത് ഈ കറക്റ്റ് സമയത്ത് ടാക്സ് അടക്കാനൊക്കെ പ്രയാസപ്പെടുകയാണെങ്കിൽ അവർ അത് എന്തെങ്കിലും മറ്റു വല്ല ബുദ്ധിമുട്ടുകളും വന്നാൽ ആ ഭൂമി, വാടകയ്ക്കെടുത്ത ഭൂമിയിൽ നിന്ന് കൃഷി ചെയ്യാൻ സമ്മതിക്കാതെ അവിടെ നിന്ന് പുറത്താക്കുന്ന ഒരു സിസ്റ്റം, അതിനാണ് എവിക്ഷൻ എന്ന് പറയുക. അതാണ് ആട്രോസിറ്റീസ്, അമിതമായ രീതിയിൽ അവരെ ചൂഷണം ചെയ്യുന്നു. അതോടൊപ്പം എവിക്ഷൻ ഓഫ് ടെനൻസ്, കർഷകരായ ആളുകളെ അവർ കൃഷി ചെയ്തിരുന്ന ഭൂമിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തിരുന്നു. ഇത്തരത്തിലുള്ള ക്രൂരകൃത്യങ്ങൾക്കെതിരെയായിരുന്നു മലബാറിലെ കർഷകർ പ്രധാനമായും പ്രതികരിച്ചിരുന്നത്. ഇത്തരത്തിലുള്ള കാരണങ്ങൾ കൊണ്ടാണ് പ്രധാനമായും മലബാറിൽ കലാപങ്ങളൊക്കെ പൊട്ടിപ്പുറപ്പെട്ടത്. മലബാർ റീജിയൻസിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് നമ്മളെന്താ പറഞ്ഞത്? ഈ ഭാഗത്ത്
ടെനൻസ് കുടിയാന്മാർ, അതായത് കർഷകരായ ആളുകൾ, ഇവർ മെജോറിറ്റിയും ജന്മിമാരായ ലാൻഡ് ലോഡ്സ് മൈനോറിറ്റിയുമായിരുന്നു. മാത്രമല്ല മോസ്റ്റ് ഓഫ് ദീസ് ടെനൻസ് വർ മാപ്പിളാസ്. ഇതിൽ കൂടുതൽ ടെനൻസും കർഷകരായ കൂടുതൽ ആളുകളും മാപ്പിളമാരായിരുന്നു. ആരാണ് മാപ്പിള? മുസ്ലിംസ് ഇൻ മലബാർ ആർ നൗൺ ആസ് മാപ്പിളാസ്. മലബാർ പ്രവിശ്യകളിലുള്ള മലബാർ പ്രദേശത്തെ മുസ്ലിംസാണ് മാപ്പിള എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ദി സ്ട്രഗിൾസ് ദാറ്റ് ഹാപ്പൻ ഇൻ ദി 19th century ആർ നൗൺ ആസ് ദ മാപ്പിള റിബല്യൻ. അതുകൊണ്ടാണ് ഈ കാലത്ത് മലബാർ പ്രദേശങ്ങളിൽ നടന്ന കലാപങ്ങളൊക്കെ മാപ്പിള റിബല്യൻസ്, മാപ്പിള കലാപം, മാപ്പിള ലഹള എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു. Around 22 peasant revolts took place in Malabar. To suppress this revolt, the British raised a special armed police battalion named Malabar Special Police. ഏകദേശം 22ഓളം സായുധ കലാപങ്ങളാണ് മലബാറിൽ ഈ കാലയളവിൽ നടന്നത്. അതുകൊണ്ട് തന്നെ ടു സപ്രസ് ദിസ് റിവോൾട്ട്സ്, ഈ റിവോൾട്ടുകളെ അടിച്ചമർത്തുന്നതിന് വേണ്ടി ഒരു സ്പെഷ്യൽ പോലീസ്, എന്താ പേര്? MSP, മലബാർ സ്പെഷ്യൽ പോലീസ് എന്ന പേരിലുള്ള ഒരു പ്രത്യേക പോലീസിനെ തന്നെ അന്ന് ബ്രിട്ടീഷുകാർ ഈ പ്രദേശങ്ങളിൽ, നമ്മുടെ മലബാർ പ്രദേശത്തേക്ക്, മലപ്പുറം റീജിയനിലേക്ക് പ്രത്യേകമായി നിയമിച്ചിരുന്നു. മാത്രമല്ല, ടു എൻക്വയർ അബൌട്ട് ദ ഫ്രീക്വൻ്റ് റിവോൾട്ട്സ്, ദ ബ്രിട്ടീഷ് ഗവൺമെൻറ് അപ്പോയിൻറ്റഡ് വില്യം ലോഗൻ കമ്മീഷൻ. ഈ തുടരെ ഇത്തരത്തിലുള്ള അക്രമങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് അന്വേഷിക്കാൻ വില്യം ലോഗൻ എന്ന വ്യക്തിയുടെ കീഴിൽ ഒരു പ്രത്യേക കമ്മീഷനെ പോലും ഇവർ നിയമിച്ചിരുന്നു എന്നതാണ് വാസ്തവം. ഈ പിക്ചർ നോക്കൂ, ഇത് കണ്ടിട്ടുണ്ടാവുമെന്നാണ് മനസ്സിലാക്കുന്നത്. നിലമ്പൂരിലുള്ള ഒരു പ്രദേശമാണിത്. പ്രകൃതി സുന്ദരമായ ഒരു പ്രദേശം. കനോലി പ്ലോട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. വളരെ ലോകത്ത് തന്നെ ഏറ്റവും വലിയ തേക്കുകളൊക്കെ ഉള്ള ഒരു പ്രദേശമാണ് കനോലി പ്ലോട്ട്. കഴിഞ്ഞ വർഷം ഫ്ലഡ് ഉണ്ടായതൊക്കെ ഈ കനോലി പ്ലോട്ടിലൂടെ ഒഴുകുന്ന നദിയിലൂടെയാണ്, പുഴയിലാണ് ഫ്ലഡ് ഉണ്ടായത് നിലമ്പൂരിൽ. വളരെ പ്രകൃതി സുന്ദരമായ ഒരു സ്ഥലം. നമ്മുടെ വിഷയം അതല്ല. ഈ കനോലി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഇതൊക്കെ ഉണ്ടാക്കിയത്. അന്ന് കാലത്ത് കനോലിയാണ് നമ്മുടെ മലബാർ പ്രദേശത്തെ മജിസ്ട്രേറ്റ് ആയിരുന്നത് കനോലിയാണ്. അങ്ങനെ കലാപകാരികൾ എന്ത് ചെയ്തു? കനോലിയെ വധിച്ചു. ദ മേർഡേഡ് കനോലി അവർ വധിച്ചു. ഈ കലാപത്തിൻ്റെ ഭാഗമായി ബ്രിട്ടീഷുകാർക്ക് ഏറ്റ കനത്ത ആഘാതമായിരുന്നു കനോലിയുടെ വധം. ഇതുകൂടിയാണ് ഒരു കമ്മീഷനെ ഇവർ നിയമിക്കാനുണ്ടായ മറ്റൊരു സാഹചര്യം. ഇനി നമുക്ക് പുതിയൊരു വിഷയം ചർച്ച ചെയ്യാം. സ്ട്രഗിൾസ് സ്റ്റോംസ് ജംഗിൾ. കലാപം കാടുകളിലേക്ക് കൂടി ആഞ്ഞടിക്കുകയാണ്. അവിടെയും അതിൻ്റെ അലയലികൾ എത്തുകയാണ്. സാധാരണ നമ്മൾ കർഷകരായ ആളുകളെക്കുറിച്ചും അവരുടെ ബുദ്ധിമുട്ടുകളുമാണ് പറഞ്ഞത്. ഇനി നമുക്ക് ആദിവാസികളായ ആളുകൾ, അവരുടെ ബുദ്ധിമുട്ടുകൾ, അവരനുഭവിച്ച പ്രയാസങ്ങൾ, അതിനെതിരെ അവർ നടത്തിയ റെസിസ്റ്റൻസ്, പ്രതിരോധങ്ങൾ, ഈ വിഷയം കൂടി നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ആധുനിക ഇന്ത്യയിൽ ബംഗാൾ, ജാർഖണ്ഡ്, ബീഹാർ തുടങ്ങിയ സംസ്ഥാനങ്ങളിലാകമാനം വ്യാപിച്ചു കിടക്കുന്ന വലിയ ഒരു മൗണ്ടെയിൻ റീജിയൻസാണ് രാജ്മഹൽ ഹിൽസ്. ഈ ഹിൽസിൻ്റെ താഴ്വരകളിലായി താമസിച്ചിരുന്ന, അതിനോട് ചേർന്ന് കിടക്കുന്ന ഫോറസ്റ്റ് റീജിയൻസിൽ താമസിച്ചിരുന്ന ഒരുപാട് ആദിവാസി സമൂഹങ്ങളുണ്ടായിരുന്നു. ട്രൈബൽ സൊസൈറ്റീസ് ഉണ്ടായിരുന്നു. ഈ സൊസൈറ്റീസ് ഈ വനാന്തരങ്ങളിൽ അവിടെ നിന്ന് കിട്ടുന്ന വസ്തുക്കൾ, അവിടെ നിന്ന് കിട്ടുന്ന കിഴങ്ങ് വർഗ്ഗങ്ങൾ, കാടുകളിൽ നിന്ന് കിട്ടുന്ന മറ്റു വസ്തുക്കൾ, അതുപോലെ ഹണ്ടിങ് ഒക്കെ നടത്തി ജീവിച്ചിരുന്ന ഒരു പ്രത്യേക വിഭാഗമായിരുന്നു. എന്നാൽ ഭാരതത്തിലുണ്ടായിരുന്ന അന്ന് കാലത്ത് അവരുടെ ഭരണമോ അല്ലെങ്കിൽ ഇവരുടെ മറ്റു നിയമങ്ങളൊന്നും ഈ ട്രൈബൽ സൊസൈറ്റീസിനെ അധികമായി ബാധിച്ചിരുന്നില്ല. എന്നാൽ പിന്നീട് എന്തുണ്ടാവുകയാണ്? ബ്രിട്ടീഷുകാർ ഫോറസ്റ്റുകളിലേക്ക് പ്രവേശനം നടത്തുകയാണ്. ഫോറസ്റ്റുകളിലേക്ക് അവർ വരുന്നത് എന്തിനാണ്? അവരുടെ ആവശ്യങ്ങൾക്ക് റെയിൽ പാലം നിർമ്മിക്കാൻ, അതുപോലെ മറ്റു പാലങ്ങൾ, ബ്രിഡ്ജസ് നിർമ്മിക്കാൻ, ഇതിനൊക്കെ അവർക്ക് ഒരുപാട് മരങ്ങൾ കിട്ടേണ്ടി വന്നു. ഈ മരങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി ഇവർ ഫോറസ്റ്റിലേക്ക് വരുമ്പോൾ
ഫോറസ്റ്റിൽ താമസിച്ചിരുന്ന ട്രൈബൽ സൊസൈറ്റീസ് ഇതിനെതിരെ പ്രതികരിക്കാൻ തുടങ്ങി. മാത്രവുമല്ല, ഇവരുടെ സ്വൈര ജീവിതത്തിന് ബുദ്ധിമുട്ടാകുന്ന രീതിയിലാണ് പലപ്പോഴും ബ്രിട്ടീഷുകാരായ ആളുകൾ ഇവിടെ വിഹാരം നടത്തിയിരുന്നത്. ഇതുകൊണ്ട് തന്നെ ഇവർ തമ്മിൽ ഒരു ക്ലാഷ് അനുഭവപ്പെടുകയും ഈ സന്ദർഭത്തിൽ ബ്രിട്ടീഷുകാര് ഈ ട്രൈബൽ സൊസൈറ്റീസിനെ ഇവിടെ നിന്ന് തുരത്തുന്നതിന് വേണ്ടി, ഇവരെ പറഞ്ഞയക്കുന്നതിന് വേണ്ടി ഒരു പ്രത്യേക നിയമം കൊണ്ടുവരികയാണ്. ഫോറസ്റ്റ് ആസ് പ്രൊട്ടക്റ്റഡ് വൺ, വനാന്തരങ്ങളെ സംരക്ഷിക്കപ്പെടേണ്ടതാണ്, അത് സംരക്ഷിക്കപ്പെടേണ്ട വസ്തുവാണ് എന്ന രീതിയിലുള്ള ഒരു നിയമം ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നു. ഇതോടുകൂടി അതുവരെ അവിടെ ജീവിച്ചിരുന്ന ആദിവാസികളായ ട്രൈബൽ സൊസൈറ്റീസിലെ ആളുകൾക്ക് അവിടെ അവരുടെ സ്വസ്ഥമായ ജീവിതം നഷ്ടപ്പെടുകയും അങ്ങനെ അവര് ഇവിടെ താമസിക്കണമെങ്കിൽ ബ്രിട്ടീഷുകാർക്ക് നികുതി കൊടുത്ത് ജീവിക്കണം എന്ന രീതിയിലുള്ള നിയമങ്ങൾ വരികയും ചെയ്തു. ഇത് അവർക്ക് പൂർണ്ണമായും ഉൾക്കൊള്ളാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു. സ്വാഭാവികമായും എന്ത് സംഭവിച്ചു? ഇതുവരെ നല്ല ജീവിതം നയിച്ചിരുന്ന ഇവർക്ക് ഇത്തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ട് വന്നതോടുകൂടി ഇവര് ആയുധമെടുക്കുകയും ബ്രിട്ടീഷുകാർക്കെതിരെ സമരം നടത്തുകയും ബ്രിട്ടീഷുകാർക്കെതിരെ പോരാട്ടം നടത്തുകയും ചെയ്തു. നമ്മൾ നേരത്തെ പറഞ്ഞു, ബീഹാർ, ബംഗാൾ, ജാർഖണ്ഡ് തുടങ്ങിയ പ്രദേശങ്ങളിൽ കിടക്കുന്ന, അവിടെ നീണ്ടു കിടക്കുന്ന ഒരു മൗണ്ടൈൻ റീജിയനാണ് രാജ്മഹൽ ഹിൽസ്. ഈ പ്രദേശത്ത് താമസിക്കുന്ന ഒരു പ്രധാന ആദിവാസി സമൂഹമായിരുന്നു സാന്താൾസ്. ഇവരാണ് അന്ന് കാലത്ത് ഏറ്റവും പ്രധാനമായ രീതിയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പട നയിച്ചത്. മാത്രമല്ല, ഈ സാന്താൾസിൽപ്പെട്ട അവരുടെ രണ്ട് ലീഡേഴ്സ് സിഡോ, കഞ്ഞു എന്നീ രണ്ട് വ്യക്തികളുടെ നേതൃത്വത്തിലായിരുന്നു ബ്രിട്ടീഷുകാർക്കെതിരെ അന്നിവര് യുദ്ധം നയിച്ചിരുന്നത്. ഇവരെ ബഹുമാനിച്ചുകൊണ്ട് ഇന്ന് നമ്മൾ രാജ്മഹൽ ഹിൽസിന്റെ പ്രദേശങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ അവിടെയൊക്കെ ഈ വ്യക്തികളുടെ സ്റ്റാച്യൂസ് നിർമ്മിച്ചു വെച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ ഒരു തവണ നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് പോലും ദ പോസ്റ്റൽ സ്റ്റാമ്പ് ഇഷ്യൂഡ് ബൈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്ന രീതിയിൽ ഒരു പിക്ചർ നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് പുസ്തകത്തിൽ കാണാൻ സാധിക്കും. നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് പോലും ഇവരെ ആദരിച്ചുകൊണ്ട് തപാൽ സ്റ്റാമ്പ് വരെ ഇറക്കിയിട്ടുണ്ട്. അത്രത്തോളം നല്ല രീതിയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ സമരമുഖത്ത് ഉറച്ചു നിന്ന നേതാക്കന്മാരായിരുന്നു ഇവർ. ഈ ട്രൈബൽ സൊസൈറ്റീസിന്റെ സമരങ്ങളെ കുറിച്ച് ഒരു ബ്രിട്ടീഷുകാരന്റെ പുസ്തകത്തിൽ എഴുതി വെച്ച് നമുക്ക് കാണാൻ സാധിക്കും. ഈ സമരം വീണ്ടും ചില മാസങ്ങൾ കൂടി നീണ്ടുപോവുകയായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ബ്രിട്ടീഷുകാർക്ക് ഇവരുടെ സമരം സഹിക്കവയ്യാതെ ഈ നാട് തന്നെ വിട്ടുപോകേണ്ടി വന്നിരുന്നു. അത്രത്തോളം ഭയാനകമായിരുന്നു ഇവരുടെ സമരങ്ങൾ എന്ന് എഴുതി വെച്ച് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ശക്തമായ രീതിയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം നടത്തിയ വ്യക്തികളായിരുന്നു സിഡോയും കഞ്ഞും അവരുടെ പിന്നാലെ നിന്നിരുന്ന ട്രൈബൽ സൊസൈറ്റീസും. സാന്താൾ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നടന്ന സമരങ്ങളെ കുറിച്ചാണ് ഇപ്പൊ നമ്മൾ സംസാരിച്ചത്. എന്നാൽ നമ്മുടെ കേരളത്തിലും ഇത്തരത്തിലുള്ള സമരങ്ങൾ നടന്നിട്ടുണ്ട്. 1812 നമ്മുടെ കേരളത്തിലെ വയനാട്ടിലെ ആദിവാസി സമൂഹങ്ങളും ഇത്തരത്തിലുള്ള ദുരിതം അനുഭവിക്കുകയും അതിനെതിരെ ബ്രിട്ടീഷുകാർക്കെതിരെ അവര് സമരം നടത്തുകയും ചെയ്തിട്ടുണ്ട്. കുറിച്ചി അതുപോലെ കുറുമ്പ എന്നീ രണ്ട് ആദിവാസി ഗ്രൂപ്പുകളാണ് അക്കാലത്ത് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സമരങ്ങൾക്ക് മുൻപന്തിയിൽ നിന്നിരുന്നത്. എന്തെല്ലാമായിരുന്നു ഇതിനുള്ള കാരണങ്ങൾ? ഇമ്പോസിഷൻ ഓഫ് എക്സസീവ് ടാക്സ് ബൈ ദ ബ്രിട്ടീഷ്, മാത്രമല്ല കമ്പൽഷൻ ഫോർ ദ പേയിങ് ടാക്സ് ഇൻ ക്യാഷ്, ലാസ്റ്റ് വൺ സീസിങ് ഓഫ് അഗ്രികൾച്ചറൽ ലാൻഡ് ഫോർ നോൺ പേയ്മെന്റ് ഓഫ് ടാക്സ്. ഇത്തരം കാരണങ്ങൾ, അതായത് അമിതമായ ടാക്സ് ഈടാക്കുക, അതുപോലെ തന്നെ ടാക്സ് കാശായിട്ട് തന്നെ നൽകണം എന്ന് നിർബന്ധം പിടിക്കുക, അതുപോലെ തന്നെ ടാക്സ് അടക്കാൻ പ്രയാസപ്പെടുന്ന ആളുകളെ അവരുടെ കൃഷിഭൂമിയിൽ നിന്ന് ഒഴിവാക്കുക തുടങ്ങിയ കാരണങ്ങൾ കൊണ്ട് ബ്രിട്ടീഷുകാരെ ഇവരെ ബുദ്ധിമുട്ടിച്ച സമയത്ത് ഇതിനൊരു പ്രതിരോധം എന്ന രീതിയിൽ കുറിച്യ അതുപോലെ തന്നെ കുറുമ്പ എന്നീ രണ്ട് ട്രൈബൽ സൊസൈറ്റീസിന്റെ നേതൃത്വത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നമ്മുടെ കേരളത്തിലും ഒരുപാട് സമരങ്ങൾ നടന്നിട്ടുണ്ട്. മാത്രമല്ല, അന്ന് കുറിച്യ വിഭാഗത്തിന്റെ നേതാവായിരുന്ന രാമനമ്പിയായിരുന്നു ഇതിനെല്ലാം നേതൃത്വം നൽകിയിരുന്നത്.
എന്നാൽ ബ്രിട്ടീഷുകാർ രാമനമ്പിയെ പിടികൂടുകയും അങ്ങനെ അദ്ദേഹത്തെ കൊലപ്പെടുത്തുകയും ചെയ്തതിനു ശേഷമാണ് ഈ സമരങ്ങൾക്ക് ഒരു അറുതി വരുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. Dear students, we can wind up today's class here. Before concluding, we can recall today's major points. Today we discussed about peasant revolts in Kerala. കേരളത്തിൽ നടന്ന പെസൻ റിവോൾട്ടുകളെ കുറിച്ച് നമ്മൾ പഠിച്ചു. ദെൻ അബൌട്ട് മാപ്പിള റിബില്യൻസ്, കേരളത്തിൽ മലപ്പുറം ഭാഗത്ത് മലബാർ പ്രവിശ്യകളിൽ നടന്ന മലബാർ കലാപങ്ങളെക്കുറിച്ചും ഇന്ന് നമ്മൾ പഠിച്ചു. പിന്നീട് നമ്മൾ പഠിച്ചത് റിവോൾട്ട് ഓഫ് സാന്താൾസ് ഇൻ രാജ്മഹൽ ഹിൽസ്. പിന്നീട് നമ്മൾ പഠിച്ചത് രാജ്മഹൽ ഹിൽസിൽ ഉണ്ടായിരുന്ന ട്രൈബൽ സൊസൈറ്റീസ്, അവിടുത്തെ ഫോറസ്റ്റിൽ താമസിച്ചിരുന്ന ട്രൈബൽ സൊസൈറ്റീസിൻ്റെ റിവോൾട്ടുകളെ കുറിച്ചാണ്. സിഡോ, കഞ്ഞു എന്നീ ലീഡേഴ്സിൻ്റെ നേതൃത്വത്തിൽ അവിടുത്തെ ആദിവാസികൾ നടത്തിയ സമരങ്ങളെക്കുറിച്ചാണ് പിന്നീട് നമ്മൾ പഠിച്ചത്. അതിനുശേഷം വയനാട് പ്രവിശ്യകളിൽ നടന്ന കുറിച്യ കലാപം, അതുപോലെ തന്നെ കുറുമ്പ കലാപം, അതിനെക്കുറിച്ചും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. രാമനമ്പിയുടെ നേതൃത്വത്തിൽ നടന്ന സമരങ്ങളെക്കുറിച്ച്. ഇനി നമുക്ക് പുതിയ വിഷയവുമായി പുതിയ ക്ലാസ്സിൽ കാണാം. ലെറ്റ്സ് വൈൻഡ് അപ്പ് ഹിയർ. ബൈ ബൈ. താങ്ക് യു.